ഹിന്ദു ഐക്യവേദി ഈ ജനജാഗരണ യാത്രയുമായി ഇവിടെ എത്തുവാനുണ്ടായ കാരണം എന്താണ്? വഖഫ് ഭീകരത. എന്താണ് വഖഫ്? നമ്മൾ കേൾക്കുമ്പോൾ വഖഫ് എന്നാൽ ഒരു സമുദായത്തിന്റെ സ്വത്തുക്കൾ അവരുടെ അള്ളാഹുവിന് ദാനം ചെയ്യാനുള്ള ഒരു നിഷ്കളങ്കമായ ഒരു വസ്തുത മാത്രമാണല്ലോ. പക്ഷെ ഇതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില ഭീകരതകളുണ്ട്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വഖഫ് ചെയ്താൽ ഹിന്ദു ഐക്യവേദിക്ക് യാതൊരു എതിർപ്പുമില്ല. അവരുടെ സ്വത്തുക്കൾ അവർ അള്ളാഹുവിന് നൽകുന്നതിനെ അല്ല നമ്മൾ എതിർക്കുന്നത്. പിന്നെ എന്താണ്? ഹിന്ദു സമൂഹത്തിന്റെ, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വത്തുവകൾ ഒരു സുപ്രഭാതത്തിൽ വഖഫായി മാറുന്നതിനെയാണ് നാം എതിർക്കുന്നത്. മുനമ്പം നിവാസികളായ 600ഓളം കുടുംബങ്ങളുടെ സ്വത്തുവകകൾ എങ്ങനെയാണ് വഖഫായി മാറിയത്? 1902 തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് നൽകിയ വസ്തു വഖഫായി മാറി. എങ്ങനെ ഇത് സംഭവിച്ചു? പാട്ടഭൂമി കൈമാറ്റം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് പിന്നിൽ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വഖഫ് ഭീകരത എന്താണെന്ന്. ഈ വഖഫ് ഭേദഗതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ 140 MLA-മാരും അതിനെ എതിർത്തു. എന്താണ് വഖഫ് ഭേദഗതി? 5 വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച ഒരാൾക്ക് മാത്രമേ അവരുടെ സ്വത്തുവകൾ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അന്യായമാണോ? അതോ ഏതൊരാളുടെ വസ്തുവും ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യുന്നതാണോ ന്യായം? ഈ ന്യായാന്യായങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ഹിന്ദു ഐക്യവേദി ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നാളെ ഒരു സുപ്രഭാതത്തിൽ നാം കരം കെട്ടിക്കൊണ്ടിരിക്കുന്ന വസ്തുവകൾ നമ്മുടെ തലമുറകളായി നമുക്ക് കൈമാറ്റം ചെയ്തുപെട്ടു വന്ന വസ്തുവകൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ആരാധനാലയങ്ങൾ വഖഫായി മാറിയാൽ നാം എന്തു ചെയ്യും? ഒന്നും ചെയ്യാനില്ല. മിണ്ടാതെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. കാരണം ഇതിനെ ചോദ്യം ചെയ്യുവാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അവകാശമില്ല. നാം ഇതിന്റെ നീതി തേടി ചെല്ലേണ്ടത് വഖഫ് ബോർഡിന്റെ മുന്നിലാണ്. ഇതിനെ ഭേദഗതി ചെയ്യണമെന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഇത് ന്യായമല്ലേ? നിങ്ങൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നാം ഏതെങ്കിലും ഒരു മതത്തിനെതിരെ സംസാരിക്കുന്നില്ല. നാം മതഭീകരതയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ നമുക്ക് സഹവർത്തിത്തോടെ ജീവിക്കുവാൻ നാം ഹിന്ദു രാഷ്ട്രമായി തന്നെ നിലനിൽക്കണം. കാരണം എന്തെന്നറിയുമോ? ഹൈന്ദവ സംസ്കാരമാണ് സകല മതങ്ങളെയും ഉൾക്കൊള്ളുന്നത്. ഹൈന്ദവ സംസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറയുന്നത്. അല്ലാതെ ഹിന്ദു മാത്രം ജയിക്കട്ടെ എന്നോ ഹിന്ദു മാത്രം സുരക്ഷിതരായിരിക്കട്ടെ എന്നോ ഒരിക്കലും ഹൈന്ദവ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നില്ല. പകരം നമ്മുടെ ഭാരതത്തിലേക്ക് വന്ന എല്ലാ സംസ്കാരങ്ങളെയും 2 കൈയും നീട്ടി സ്വീകരിച്ച് അതിഥി ദേവോ ഭവ എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിച്ചു. പക്ഷേ ഇവിടെ വന്ന ചില ഭീകര ശക്തികൾ നമ്മുടെ ഭാരതത്തിലെ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുവാൻ, നമ്മുടെ ഭാരതത്തെ ഒരു ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റുവാൻ ഗൂഢശ്രമങ്ങൾ നടത്തുന്നത് നാം തിരിച്ചറിയണം. അതിന്റെ ആദ്യപടിയാണ് വഖഫ്. ഇന്ത്യൻ റെയിൽവേയും ആർമിയും കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡ്. എങ്ങനെ ഇവർക്ക് ഇത്രയധികം സ്വത്തുക്കൾ ഉണ്ടായി? അള്ളാഹുവിന് സമർപ്പിച്ച വസ്തുക്കൾ മാത്രമാണ് വഖഫ് എങ്കിൽ ഇത്രയേറെ സ്വത്തുക്കൾ ആരാണ് അള്ളാഹുവിന് സമർപ്പിച്ചത്? നാം അറിയേണ്ടേ? എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റും രാജ്ഘട്ടും മറ്റ് 127 സുപ്രധാന സ്ഥാനങ്ങളും ഡൽഹിയിൽ വഖഫായി മാറിയത്? ആരാണ് ഇത് സമർപ്പിച്ചത്? ഇതിന് രേഖകളൊന്നും വേണ്ട. അവർ പറഞ്ഞാൽ വഖഫാണ്. ഇന്നൊരു പക്ഷെ നമ്മുടെ സ്വന്തം ഭൂമി, നാം കരമടയ്ക്കുന്ന ഭൂമി വഖഫാണെന്ന് അവർ പറഞ്ഞാൽ അതിനെതിരെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. ഈ കാടൻ നിയമം, ഈ കരി നിയമം ഇവിടെ ഉന്മൂലനം ചെയ്യേണ്ടതല്ലേ? അതെ, ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം അത് തന്നെയാണ്. ഈ വഖഫ് നിയമം റദ്ദ് ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും ഭൂമി സംരക്ഷിക്കുവാൻ ഭരണഘടനാപരമായ അവകാശം നമുക്ക് തിരിച്ചു തരിക. നാളെ ഒരു പക്ഷെ ഗുരുവായൂർ അമ്പലവും പത്മനാഭ സ്വാമി ക്ഷേത്രവും
ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പുണ്യപൂങ്കാവനവും വഖഫാണെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പ്രതികരിക്കണം. അങ്ങനെ ഒരു പ്രതിഷേധവും പ്രതികരണവും നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഹിന്ദു ഐക്യവേദിയുടെ കോട്ടയം ജില്ലാ താലൂക്ക് ഇത്ര ഒരു ജനജാഗരണ യാത്രയുമായി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. മുനമ്പം നിവാസികളുടെ ഭൂമി കയ്യേറി അവരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുവാൻ തയ്യാറാവുമ്പോൾ ഈ പാലസ്തീന് വേണ്ടി കേഴുന്ന നമ്മുടെ 140 MLA-മാർ അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ല. 140 പേരും ഒരുമിച്ചാണ്. അവർക്ക് ആ സമയത്ത് അവർക്ക് ഭിന്നിപ്പില്ല, വിവേചനമില്ല, ഒന്നുമില്ല. ആ മുനമ്പം നിവാസികൾക്ക് എതിരായി പ്രവർത്തിക്കുന്നതിന് നേരിട്ട് ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിയമസഭയിൽ അവർക്കെതിരായി പ്രമേയം പാസാക്കുകയും ചെയ്യുക. ഈ ഇരട്ടത്താപ്പ് നയം നമ്മൾ കൺതുറന്ന് കാണണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഭൂമിയും അന്യാധീനപ്പെട്ടു പോകും. ഒരിക്കൽ വഖഫാണെങ്കിൽ എന്നും വഖഫ് എന്നാണ് അവരുടെ ഒരു തീരുമാനം. പക്ഷേ അതിന് വ്യത്യാസമുണ്ട്. കാരണം UP സർക്കാരിന്റെ ഉദയപ്രതാപ് കോളേജിന് വഖഫ് അവകാശമുന്നയിച്ചു. ഏകദേശം 500 ഏക്കർ സ്ഥലവും അതിൽ അത്യാധുനികങ്ങളായ കെട്ടിടങ്ങളും 25,000 വിദ്യാർത്ഥികളും പഠിക്കുന്ന ഉദയപ്രതാപ് കോളേജ്. ആ കോളേജിന് ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു. പക്ഷേ പ്രതികരിക്കുന്ന ഒരു സർക്കാർ ഉള്ളത് കൊണ്ട്, പ്രതികരിക്കുന്ന ഒരു ജനത അവിടെ ഉള്ളത് കൊണ്ട് ആ കോളേജിലെ 25,000 കുട്ടികളും LKG മുതൽ ഉന്നത ബിരുദ വിദ്യാർത്ഥികൾ വരെ ഉൾപ്പെടുന്ന ആ 25,000 കുട്ടികളും അടുത്തുള്ള മോസ്കിലേക്ക് പ്രതിഷേധ യാത്ര നടത്തി. അവരുടെ ആ പ്രതിഷേധം ഫലം കണ്ടു. വഖഫ് ബോർഡ് അവരുടെ അവകാശവാദം പിൻവലിച്ചു. അത് തെറ്റായ അവകാശവാദമായിരുന്നു എന്നും അവരുടെ അവകാശവാദം തെറ്റായിരുന്നു എന്ന് അവർ തന്നെ അംഗീകരിച്ചു. അതെ, പ്രതികരിച്ചാൽ ഫലമുണ്ടാവും. നാം പ്രതികരിക്കാൻ താമസിക്കരുത്. നമ്മൾ ഓരോരുത്തരും ഇത് മറ്റൊരാളുടെയാണല്ലോ, ഇത് മുനമ്പക്കാരുടെയാണല്ലോ, പാവാടിക്കാർക്ക് എന്താണ് പ്രശ്നം, അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം ഉണ്ടാകുന്നത്. ഇന്ന് മുനമ്പത്താണെങ്കിൽ നാളെ അത് എറണാകുളം കോട്ടയം വഴി പാമ്പാടിയിലും എത്തും. നാളെ നിങ്ങളിൽ ഓരോരുത്തരുടെയും സ്വത്ത് കൈമോശം വന്നതിന് ശേഷം അയ്യോ ഞങ്ങളുടെ സ്വത്ത് പോയേ എന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല. അതിനെതിരെ നാം പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. ഇങ്ങനെയൊരു പ്രതിഷേധ അഗ്നി എല്ലാവരിലേക്കും പടർത്തുന്നതിനാണ് ഹിന്ദു ഐക്യവേദി ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മുനമ്പം പ്രശ്നം നമ്മുടെ ഇടയിലേക്ക് വന്നതുകൊണ്ട് കുറച്ചു പേർക്കെങ്കിലും ഈ നിയമത്തിന്റെ ഭീകരത മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാ നിയമങ്ങളും പോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ട്രിക്കാണ് എന്ന് പറഞ്ഞ് ഇതിനെയും ഈ കേരള ജനത തള്ളിക്കളഞ്ഞേനെ. വിദ്യാഭ്യാസപരമായും സംസ്കാരപരമായും മുന്നിൽ നിൽക്കുന്ന എന്ന് അഭിമാനിക്കുന്ന കേരള സമൂഹം പക്ഷേ സത്യങ്ങൾ തിരിച്ചറിയുവാൻ വളരെ പിന്നിലാണ്. ആ ഒരു നമ്മുടേതല്ലാത്ത ഒരു പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടില്ല എന്ന ആ ഒരു ചിന്താഗതി നമ്മുടെ പടിവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുമ്പോൾ മാത്രമേ ആ പ്രശ്നം നമ്മുടേതാകുന്നുള്ളൂ എന്ന ചിന്താഗതി നാം മാറ്റിവെക്കണം. നാം തിരിച്ചറിയണം. നമ്മുടെ സഹോദരങ്ങൾ ആയ ക്രിസ്ത്യൻ സമൂഹത്തിന് പങ്കെടുക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് നേരിടുന്ന ഈ പ്രശ്നം നമ്മുടേതായി മാറുവാൻ അധികം കാലമൊന്നുമില്ല. അതുകൊണ്ട് ഈ വഖഫ് ഭീകരതയ്ക്കെതിരെ നാം ജാഗരൂകരായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനജാഗരണ യാത്രയ്ക്ക് മുഖ്യ പ്രഭാഷണം പറയുന്നതിനായി മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ അവരുകളെ ക്ഷണിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ കോട്ടയം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നു രാവിലെ ഏറ്റുമാനൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന് ആരംഭിച്ച വഖഫ് ഭീകരതയ്ക്കെതിരെയുള്ള വാഹന പ്രചരണ ജാഥയാണ് ഈ പാമ്പാടി നിവാസികളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടത്? അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്ക് എന്താണ് വഖഫുമായിട്ടുള്ള ബന്ധം എന്ന് ചിന്തിക്കുമ്പോൾ
നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ മാസം 24-ാം തീയതി മുനമ്പത്ത്, കൊച്ചിയിലെ മുനമ്പത്ത് താമസിക്കുന്ന തീരദേശവാസികളായിട്ടുള്ള സാധാരണ ജനങ്ങളായിട്ടുള്ള കുടുംബസ്ഥന്മാർ അവരുടെ വില്ലേജ് ഓഫീസുകളിൽ കരം കെട്ടുന്നതിന് വേണ്ടി എത്തിച്ചേർന്നപ്പോൾ, അല്ലെ പഞ്ചായത്ത് ഓഫീസുകളിൽ അവരുടെ വീട്ടിൽ അവരുടെ വസ്തുവാണെന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ വസ്തുവാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി വർഷാവർഷം നികുതി അടയ്ക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായ ഒരു കാരണമാണ് ഈ വിഷയവുമായി ഇത്തരമൊരു യാത്ര ഹിന്ദു ഐക്യവേദി ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം. എനിക്ക് പാമ്പാടി നിവാസികളോട് പറയാനുള്ളത്, നമ്മൾ താമസിക്കുന്ന വസ്തു ഒന്നുകിൽ നമ്മുടെ പരമ്പരാഗതമായി പാരമ്പര്യമായി നമുക്ക് കിട്ടിയ അവകാശത്തിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് വാങ്ങിക്കൂട്ടിയ വസ്തു ആയിരിക്കാം. ഇതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഈ വസ്തു നമ്മുടേതാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും സർക്കാരിലേക്ക് നികുതി അടച്ച് കൈവശ അവകാശ സർട്ടിഫിക്കറ്റുമായി നമ്മൾ ജീവിച്ചു പോരുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം നമ്മൾ ചെന്ന് പഞ്ചായത്തിൽ ചെന്ന് കരം കെട്ടാൻ ചെല്ലുമ്പോൾ പറയുകയാണ്, ഇത് നിങ്ങളുടെ സ്വത്തല്ല, നിങ്ങളുടെ വസ്തുവല്ല, ഇത് മുഹമ്മദിന്റെയാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥ എങ്ങനെ നമ്മൾ പരിഹരിക്കും? ഇതാണ് മുനമ്പം നിവാസികൾ നേരിടുന്ന ഭീഷണി. ഫറൂഖ് കോളേജിന് തിരുവിതാംകൂർ മഹാരാജാവ് 1950-ൽ 404 ഏക്കർ വസ്തു പാട്ടത്തിന് നൽകി. ആ വസ്തുവിന്മേൽ അവകാശം സ്ഥാപിച്ചുകൊണ്ട് അവർ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫറൂഖ് കോളേജിലെ മുനമ്പം നിവാസി ഫറൂഖ് കോളേജിന് സമീപത്തുള്ള ബ്രിട്ടീഷ് വന്നു ചേരുകയും അതിൽ നിന്ന് സിദ്ദിഖ് സേട്ട് കൈവശം വെച്ച 404 ഏക്കർ ഭൂമി 1950-ൽ ഫറൂഖ് കോളേജിന് ആധാരം ചെയ്തു കൊടുക്കുകയും ചെയ്തു. സിദ്ദിഖ് സേട്ട് മുനമ്പത്ത് തലമുറകളായി താമസിച്ചു വന്നിരുന്ന സാധാരണക്കാരായ വീട്ടുകാർ ഫറൂഖ് കോളേജിൽ നിന്നും വസ്തുക്കൾ വിലയ്ക്ക് ആധാരം ചെയ്ത് സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വഖഫിന്റെ പേരിൽ കോളേജും സ്ഥലവാസികളും തമ്മിൽ ദാരുണമായ ഒരു അനുഭവം നേരിടാനുണ്ടായ സാഹചര്യമുണ്ടായത്. അന്ന് മുതൽ അവിടെ താമസിച്ചിരുന്നത് 1-2 കുടുംബങ്ങളല്ല, 610 കുടുംബങ്ങളാണ് ആ മുനമ്പത്ത് തീരദേശ മേഖലയിൽ താമസിച്ചു വരുന്നത്. സ്വന്തമായി 2.5 സെന്റ് ഭൂമി മുതൽ കൈവശം വെച്ചുകൊണ്ട് അവരുടേതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വർഷാവർഷം നികുതി സർക്കാരിലേക്ക് അടച്ച് പണം കെട്ടി ആ സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ ഈ 2 സെന്റുകാരനും നികുതി അടയ്ക്കണമെന്നുള്ള നിയമം മനസ്സാ അംഗീകരിച്ചുകൊണ്ട് തന്നെ നികുതി അടച്ച് ജീവിച്ചു വരുന്ന പാവപ്പെട്ട ജനതകളുടെ നെഞ്ചത്ത് കത്തികുത്തിക്കയറ്റുന്ന ഒരു നിയമമാണ് ഇവിടുത്തെ വഖഫ് നിയമം. ആ വഖഫ് നിയമം റദ്ദാക്കണം, ഈ കരി നിയമം റദ്ദാക്കണം എന്ന് നമ്മൾ ഹിന്ദു ഐക്യവേദി ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഒക്കെ എനിക്ക് മുന്നേ സംസാരിച്ച സിന്ധു പറഞ്ഞതുപോലെ തന്നെ നാളെ നമ്മൾ താമസിക്കുന്ന വസ്തുവിന്മേൽ അധികാരം ആർക്കായിരിക്കും? മുസ്ലിയാർക്കായിരിക്കും. യാതൊരു സംശയമില്ല. ഈ പാമ്പാടിയുടെ മണ്ണിലുള്ള ഓരോ കെട്ടിടങ്ങളും നാളെ മുസ്ലിയാരുടെയും മുഹമ്മദിന്റെയും ഒക്കെ അഹമ്മദിന്റെയും ഒക്കെ കൈകളിലായി വരാൻ ഇനിയും താമസമില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പാമ്പാടിയുടെ 2 നില കെട്ടിടത്തിന്റെ 3 നില കെട്ടിടത്തിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസി അവരൊരു സ്ഥാപനം, വ്യാപാര സ്ഥാപനമാണ് നടത്തുന്നതെങ്കിലും ഒരു ആരാധനാ കേന്ദ്രമാണ് നടത്തുന്നത് എങ്കിലും അവർ 5 നേരം നിസ്കരിച്ചു എന്നുള്ളതിന്റെ പേരിൽ മത ആരാധനാ സമ്പ്രദായം അനുസരിച്ച് അവർക്ക് 5 നേരം നിസ്കരിക്കണമല്ലോ. അത് അവരുടെ അവകാശമാണ്, നമ്മൾ തള്ളിക്കളയുന്നില്ല. ഈ അവകാശം ഉന്നയിച്ചുകൊണ്ട് അവർ 5 നേരം ആ മുറിയിൽ നിസ്കരിച്ചു എന്നുള്ളതിന്റെ പേരിൽ
നാളെ വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനം അവിടുത്തെ ഇസ്ലാം വിശ്വാസിയുടെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരന്റെ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതിന്റെ ഉടമയായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലെ സഹോദരനോ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലെ സഹോദരനോ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നമ്മളൊരു വാടകയ്ക്കൊരു സ്ഥാപനം കൊടുക്കുന്നത് 11 മാസത്തേക്കാണ് കരാർ എഴുതുന്നത്. എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് മാസാമാസം വാടക കൊടുക്കാമെന്നും ഇതിന് 11 മാസത്തെ സെക്യൂരിറ്റി നൽകണമെന്നും ഒക്കെ പറഞ്ഞ ധാരണയിലാണ് ഒരു കരാർ നമ്മൾ എഴുതി തയ്യാറാക്കുന്നത്. ആ കരാർ എഴുതി തയ്യാറാക്കി 11 മാസം കഴിയുമ്പോൾ ഇറങ്ങിക്കൊടുക്കണം, നിങ്ങൾ മാറണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടാൽ ഈ സഹോദരന്മാർ മാറില്ലാത്രേ. എന്തുകൊണ്ടാണ് മാറില്ലാത്ത? ഞങ്ങൾ 5 നേരം നിസ്കരിച്ചു, അത് ഞങ്ങളുടേതാണ്, അത് വഖഫിന്റേതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയൂ എന്റെ സഹോദരങ്ങളെ. ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റാനല്ല, ഇസ്ലാമികളും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരും ഹിന്ദു വിഭാഗത്തിലുള്ളവരും ഒരേപോലെ മതേതരത്തിന്റെ അവകാശികളായി ഈ രാജ്യത്ത് താമസിക്കണം. അവർ ഏകോദര സഹോദരങ്ങളെ പോലെ മതേതരത്തിന്റെ ഉടമകളായി മാറണം. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാനും ആരാധിക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് സഹോദരന്മാരായി ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിൽ അവർക്ക് പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, പൗരാവകാശം നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്? നമുക്ക് കാണുന്നതെല്ലാം നമ്മുടേതാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇത്തരം വഖഫിന്റെ അധികാരത്തിന്മേലുള്ള സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തെയാണ് ലാൻഡ് ജിഹാദ് എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ലവ് ജിഹാദുണ്ട്, ലാൻഡ് ജിഹാദുണ്ട്, അല്ലെ, ഹലാൽ ജിഹാദുണ്ട്, പക്ഷെ ഫുഡ് ജിഹാദുണ്ട് എന്ന് വേണ്ട. അവര് തുപ്പിയ ഭക്ഷണം വരെ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ ഭാരതത്തെ, ഈ ചെറു കേരളത്തെയും മാറ്റിമറിക്കാനുള്ള അധികാര സ്വാതന്ത്ര്യം അവർ ഏറ്റെടുക്കുകയാണ്. ഈ ഭാരതത്തെ മുഴുവനും ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ആലോചനയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇത് മുസ്ലിം മത പ്രീണനം നടത്താൻ ഇവിടുത്തെ കേരള നിയമസഭയിലെ ഇവിടെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ 140 സാമാജിക നേതാക്കന്മാർ ഈ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും ഈ ഹിന്ദു വിഭാഗത്തിന്റെയും വോട്ടുകൾ സമ്പാദിച്ച് ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു വിട്ട 140 MLA-മാർ ഒന്നടങ്കം ഈ വഖഫിന്റെ നിയമം അംഗീകരിച്ചു. അല്ലെങ്കിൽ പാർലമെന്റ് ഇതിനെതിരെ ഭേദഗതി കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഭേദഗതി കൊണ്ടുവന്ന ബില്ലിനെ അവർ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ നിയമസഭയിൽ ബഹളം വെക്കാൻ മാത്രമേ ഇവർക്കറിയുള്ളൂ. ആ നിയമസഭയിൽ ഒച്ചവെച്ച് ഇവിടുത്തെ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു സമൂഹമായി ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ MLA-മാരും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിലെ MLA-മാരും നിന്നപ്പോൾ ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടിയും ഇവിടെ പാണക്കാട് തങ്ങളും പറയുന്നത് കേൾക്കാനുള്ള ഇച്ഛാശക്തി മാത്രമാണ് അവർക്കുണ്ടായത്. എന്തുകൊണ്ടാണ് ഈ കേരളം ഇങ്ങനെ ഭീകരവാദത്തിന്റെ താവളമായി മുന്നോട്ട് പോകുന്നത്? നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും ഇവിടുത്തെ BJP-യെയും ഒക്കെ മതവർഗീയവാദികൾ എന്ന് വിളിച്ച ഓമനപ്പേര് വിളിച്ച് ഞങ്ങളെ ആക്ഷേപിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ, ഞാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തോടും ഹിന്ദു സമൂഹത്തോടും പറയുന്നത്, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് വഖഫിന്റേതാണെന്ന് സമർത്ഥിക്കാൻ അവിടെ ഒരു അഹമ്മദ്, ഒരു മുഹമ്മദ്, ഒരു അൻവർ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഭാരതത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ, ഈ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കേരളത്തിന്റെ 14 ജില്ലയിലും ഓരോ കേന്ദ്രങ്ങൾ ഇവർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇവരുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഓരോ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മോശമല്ല, ഈരാറ്റുപേട്ടയിലും എരുമേലിയിലും പാമ്പാടിയിലും ഇവിടെ സംക്രാന്തിയിലും എന്നു വേണ്ട ഈ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇവരുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അവകാശത്തെയും അവർ സ്വാധീനിച്ചുകൊണ്ട്, അവർ കീഴടക്കിക്കൊണ്ട് അവർ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം അവർ ഒരുമിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന പള്ളികൾ,
ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗം ആരാധിക്കുന്ന പള്ളികൾ, ഇവിടുത്തെ മണർകാട് പള്ളി നാളെ ഇവിടുത്തെ വഖഫിന്റെ ബോർഡിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന്റെ ഭാഗമാണല്ലോ ഇവരുടെ ആക്രമണം. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു, ഈരാറ്റുപേട്ടയിലെ പള്ളിയിലേക്ക് അവർ ഒരു ഭീകരവാദികൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ കൂട്ടി ഒരു പറ്റം ആൺകുട്ടികളെ 14 വയസ്സ് മുതൽ പ്രായമുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ കടത്തിവിട്ടുകൊണ്ട് ആക്രമണത്തിന് പള്ളിയിലച്ഛനെ വിധേയമാക്കിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പള്ളികൾ ആക്രമിക്കുക, ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, ക്ഷേത്രങ്ങളിലെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കുക, ക്ഷേത്ര പ്രതിമകളെ തച്ചുടയ്ക്കുക, ക്ഷേത്ര ബിംബങ്ങളെ അവഹേളിക്കുക, ക്ഷേത്ര ആരാധനയെ ഇല്ലായ്മ ചെയ്യുക, ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക, ഹിന്ദുക്കളുടെ വിശ്വാസത്തെ തകർക്കുക. ഹിന്ദു രാഷ്ട്രമായിരുന്ന ഭാരതത്തെ ഇവിടുത്തെ ഇസ്ലാം മത പണ്ഡിതന്മാരുടെ ഗൂഢാലോചനയിലൂടെ ഈ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി 2047 അവർക്ക് പ്രഖ്യാപിക്കാനുള്ള ഒരു കുതന്ത്രമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇവിടുത്തെ സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഹിന്ദു ഐക്യവേദി പറയുന്നു, നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ നാളെ നമുക്ക് വരാൻ പോകുന്ന ആപത്ത് വലുതായിരിക്കും. ഈ ഇത്തരത്തിലുള്ള സ്വന്തം മുസ്ലിം മതവിശ്വാസികൾക്ക് അവർക്ക് കിട്ടിയിരിക്കുന്ന സ്വത്ത് ദാനമായി അവരുടെ ആരാധനാലയത്തിലൂടെ ആ ആരാധനാലയം ദാനം ചെയ്ത് അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു രീതിയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് എൻ്റെ വീട്ടിലെ സ്വത്തുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കും ഇത് ദാനം ചെയ്ത് എൻ്റെ ക്ഷേത്ര പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിനോ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് എൻ്റെ മാത്രം തീരുമാനമാണ്, അത് വഖഫിന്റെ തീരുമാനമല്ല. പക്ഷേ നാളെ എൻ്റെ ക്ഷേത്രത്തിനടുത്ത് ഈ പാമ്പാടി ചെറുവള്ളിക്കാവിലും അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കും അല്ലെങ്കിൽ പള്ളികൾക്കും ചുറ്റിനുമുള്ള ആ ഇവരുടെ ഉത്സിതമായ പ്രവർത്തനം കൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടറിയണം. നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കണ്ണടച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും നമ്മുടെ ഒപ്പമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അന്ധമായ ഒരു വിശ്വാസമാണ്. അതിൽ നിന്ന് നമ്മൾ ഉണരണം, നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഏതൊരു ലോകത്തേക്ക് മാറിപ്പോകും. നാളെ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നും ഉണ്ടാവില്ല ഈ കൊച്ചു കേരളത്തിൽ എന്നുള്ളതിന്റെ സൂചനയാണ്. എങ്ങനെ കീഴടക്കാം? ഈ കേരളത്തെ കൂടെ അവരുടെ കൈകളിലാക്കാൻ ഇവിടുത്തെ നിയമസഭാ സാമാജിക മന്ദിരം പോലും ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ പോലും അതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ കേരളത്തിലെ ഈ പാവപ്പെട്ട സഹോദരന്മാർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവരുടെ കുടുംബത്തിൽ പോലും ഇല്ലാതാക്കുന്ന ഒരു ബോർഡ് തീരുമാനമാണ്, ബോർഡ് രൂപീകരണമാണ് വഖഫിലൂടെ നടക്കുന്നത്. 1947 മുമ്പ് 980 ഏക്കർ വസ്തുവുണ്ടായിരുന്ന വഖഫിൽ നിന്ന് 14 ലക്ഷം ഏക്കർ വസ്തു അവരുടെ അധീനതയിലായെങ്കിൽ അത് അവരെത്രത്തോളം ഉൾക്കാഴ്ചയോടെ കണ്ടു. ഇന്ന് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും പാവപ്പെട്ട മുസ്ലിങ്ങളുടെയും ഒക്കെ വസ്തുക്കൾ അവരുടെ കൈകളിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുത്തലാഖ് നിർത്തലാക്കിയതോടെ എന്താണ് സംഭവിച്ചത്? ഈ ഭാരതത്തിലെ മുസ്ലിം വനിതകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. വീട്ടിൽ ചെല്ലുമ്പോൾ തലാഖ് 4 പ്രാവശ്യം ചൊല്ലിയാൽ അവൾ ഉപേക്ഷിക്കപ്പെട്ടവളായി മാറും. തലാഖ് എന്ന് ചൊല്ലിയാൽ ആ ഭാര്യ ഉപേക്ഷിക്കപ്പെട്ടവളാണ്. ഇതാണ് മുസ്ലിം മതനിയമം. എവിടെയാണ് അവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം? എവിടെയാണ് അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം? സ്വന്തം മത ആരാധനാ കേന്ദ്രത്തിൽ പോലും സന്തോഷമായി സമാധാനപരമായി അല്ലാഹുവിനെ പോലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത മതം ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, എവിടെയാണ് സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ ഇവിടുത്തെ ഭാരതത്തിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്ന്. അങ്ങനെ തലാഖ് ചൊല്ലി ശീലിച്ച മതപണ്ഡിതന്മാർ, ഇസ്ലാം മതപണ്ഡിതന്മാർ ചെയ്യുന്നത് ഇപ്പോൾ എന്താണ്? ഞാൻ കണ്ടു, എൻ്റെ വസ്തു ഇവിടെ നിൽക്കുന്ന ജോസഫ് കേട്ടു, ഞാനത് എഴുതി വഖഫിന് കൊടുത്തു എന്ന് ഞാൻ എഴുതി മുഹമ്മദിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കേട്ടയാളും ഞാനും അറിയാതെ തന്നെ അത് വഖഫിൻ്റെതായി മാറും.
അഹമ്മദിൻ്റെതായി മാറും, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെതായി മാറും. ഈ സമ്പ്രദായം എവിടെയാണ് നടക്കുന്നത്? ഈ നീതി എവിടെയാണ് അനുവദിക്കാൻ പറ്റുന്നത്, അംഗീകരിക്കാൻ പറ്റുന്നത്? ഈ ഭാരതത്തിൽ ലോക സമസ്ത സുഖിനോ എന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്തിന്റെ ആ ആത്മവീര്യം ഉണർത്തിയെടുക്കുന്ന ഭാരതത്തിന്റെ മണ്ണിൽ എല്ലാ മക്കളും ഒന്നാണ്. ആ മക്കളെ എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ സനാതന ധർമ്മത്തെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ മുസ്ലിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും ബംഗ്ലാദേശിൽ എന്താ നടത്തിയതെന്ന്. ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക, മോശമല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളോടും ഇത് ചെയ്യാൻ ഇവർ തയ്യാറായിരിക്കുന്നു. ഓരോ പള്ളികളും ആക്രമിക്കപ്പെടുകയാണ്, ഓരോ പള്ളിയിലെ വികാരി അച്ഛന്മാരെയും ആക്രമിക്കപ്പെടുകയാണ്. ആ പള്ളിയിലേക്ക് ബോംബെറിയുകയാണ്, ആ പള്ളിയിലേക്ക് കടന്നു കയറി അവരുടെ ആരാധനാ സമയത്ത് കുർബാന നടക്കുന്ന സമയത്ത് ആ പള്ളി കടന്നു കയറി പള്ളിയിലച്ഛനെയും അവിടെ വിശ്വാസികളായിട്ടുള്ളവരെയും ആക്രമിക്കപ്പെടുന്ന ശീലം ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ശീലം എങ്ങനെയാണ് ഇവർക്ക് സ്വായത്തമാക്കാൻ സാധിച്ചത്? ഒരു ചെറു വിഭാഗത്തിൽ ഒരു പ്രദേശത്ത് മാത്രം, പാമ്പാടിയിൽ മാത്രം 4-5 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ ഈ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുമോ? ഇതിന്റെ പിന്നിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ആസൂത്രണത്തോടുകൂടി ഒരു മത സമൂഹം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചത് ഇന്നല്ല. ഈ യാത്ര ഈ മാസം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഈ കോട്ടയത്തിന്റെ മണ്ണിൽ ഇന്ന് നടക്കുന്ന ഈ വാഹന പ്രചരണ ജാഥ ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ബോധവാന്മാരാക്കുന്നതിനും ജാഗ്രത ആകുന്നതിനും, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള ബോധത്തോടു കൂടി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും പൗരാവകാശവും നമുക്കുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയും നാളത്തെ ഭീകരത നമ്മൾ ഇന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ തലമുറയെ തട്ടിക്കൊണ്ടുപോകുന്ന, തലമുറയെ ലൗചികാതിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ലഹരി പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഇരകളായി മാറ്റുന്ന ഒരു പ്രവണതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ നമ്മൾ ഇനിയും ഉണർന്നില്ലെങ്കിൽ, നമ്മൾ ഇനിയും ഒരുമിച്ചില്ലെങ്കിൽ ഈ ഭാരതത്തെ തകർക്കാൻ കേരളത്തിന്റെ മണ്ണിൽ ഒരു ഭീകരവാദം തഴച്ചു വളരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ നിയമസഭയിൽ തന്നെ തീവ്രവാദത്തിന്റെ ആളുകൾ ഇവിടെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിൽ ലവ് ജിഹാദ് കടത്തിക്കൊണ്ടുവന്ന് മകളെ പോലും ലവ് ജിഹാദിനെ ഇരയാക്കി കൊടുത്തുകൊണ്ട് ഈ കേരളത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ ആസൂത്രണങ്ങൾ, പദ്ധതികൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കേരള രാഷ്ട്രീയം മുതലെടുക്കുന്നത്. ഇവിടുത്തെ നെഹ്റു കുടുംബം ഈ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ, ഈ ഭാരതത്തെ രാജ്യം രണ്ടായി വിഭജിക്കുവാൻ എത്രമാത്രം മുൻകൈ എടുത്തു എന്നുള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് വന്ന മൻമോഹൻ സിംഗ് വരെ, കഴിഞ്ഞ ദിവസം നമ്മളോട് വിടവാങ്ങിയ മൻമോഹൻ സിംഗിന്റെ കാലത്തോളം ഈ വഖഫ് നിയമം അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്തു വന്നത്. അതിന് ഭേദഗതി കൊണ്ടുവരുവാൻ ഒരു വഖഫ് ബോർഡിനകത്ത് 11 അംഗങ്ങൾ വേണം, അതിൽ 2 സ്ത്രീകൾ വേണം, അത് മുസ്ലിങ്ങളായിരിക്കണം, അവരുടെ മുസ്ലിങ്ങളെ ആകാവൂ വഖഫ് ബോർഡിൽ എന്ന് വച്ചത്. അത് ഭേദഗതിയിലൂടെ ഇവിടെ ഒരു ജഡ്ജി വേണം, ഇവിടുത്തെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ വേണം, അതുപോലെ 2 അമുസ്ലിങ്ങൾ വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു വഖഫിന്റെ ബോർഡ് രൂപീകരണത്തിൽ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ ചെയ്തുകൊണ്ട് ഈ കേരളത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യൻ വിഭാഗത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ ഇവിടെ ആസൂത്രണങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കണ്ണടക്കുകയാണ്. നടക്കട്ടെ, മതേതരമല്ലേ, നമ്മളെല്ലാവരെയും അതിഥി ദേവോഭവ എന്ന് പറയുന്ന പോലെ സ്വീകരിക്കുന്നവരല്ലേ, എല്ലാവരും വന്നോട്ടെ, എല്ലാവരും വിശ്വസിച്ചോട്ടെ, എല്ലാവരും ആരാധിച്ചോട്ടെ. നാളെ ഇന്ന് ഭജിക്കുന്ന ക്ഷേത്രം, നമുക്ക് അവകാശമുള്ള 2 കൈകൊണ്ടും മനസ്സമാധാനത്തിന് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ പോലും നാളെ ഈ വഖഫ് ബോർഡിന്റെ കൈകളിലായിരിക്കും എന്നുള്ളതിന് സംശയമില്ല.
അതുകൊണ്ടാണ് ഇന്ന് കണ്ണൂര്, വയനാട്, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല പോലും ഇന്ന് വഖഫ് ബോർഡിന്റെ അധീനതയിലാണെന്ന് അവർ സമർത്ഥിക്കുന്നു. 396 ഏക്കർ സ്ഥലങ്ങൾ അവരുടെ കസ്റ്റഡിയിലാണ് എന്ന് അവർ സമർപ്പിക്കാൻ തയ്യാറായി രേഖകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പറയുന്നു 1902 നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ വസ്തു വഖഫിന്റെ അല്ലെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെളിയിച്ചോളൂ എന്നവർ അവകാശപ്പെടുന്നു. 1902 ജനിക്കാത്തവരെന്ത് ചെയ്യാൻ പറ്റും? അന്ന് ജനിച്ചവരെല്ലാം ഇന്നുണ്ടാകണം നിർബന്ധമുണ്ടോ? ഈ തരത്തിൽ വഖഫ് ബോർഡ് രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വത്തിന്റെ അവകാശം ഇവിടെ റെയിൽവേക്കാണ്, ഇന്ത്യൻ റെയിൽവേക്കാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വസ്തുവിന്റെ അവകാശം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും ഭൂ ഉടമ എന്ന് പറയുന്ന പ്രതിരോധ സേനകളാണ്. ആ പ്രതിരോധ സേനകളും കഴിഞ്ഞാൽ, ഇന്ത്യൻ റെയിൽവേയും പ്രതിരോധ സേനകളും കഴിഞ്ഞാൽ ഈ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തിന്റെ ഉടമ വഖഫ് ബോർഡാണ് എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ ചിന്തിക്കണം, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വത്തിന്റെ ഉടമ വഖഫ് ബോർഡാണ്. ഒരു ക്രിസ്ത്യാനി വസ്തു വിൽക്കാൻ തയ്യാറായാൽ, ഒരു ഹിന്ദു വസ്തു വിൽക്കാൻ തയ്യാറായാൽ അവന് കിട്ടുന്നതിൽ അധിക വില 2 ലക്ഷം, ഇവിടെ 5 ലക്ഷം രൂപയാണ് ഈ ടൗണിൽ വിലയെങ്കിൽ 10 ലക്ഷം രൂപ തന്ന് ആ സ്വത്ത് കൈക്കലാക്കാനുള്ള ഒരു തന്റെ ഇടം ഇന്ന് ആ സമൂഹം കാണിക്കുന്നു. ദയവ് ചെയ്ത് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ചില്ലിക്കാശ് പോലും കുറഞ്ഞാൽ പോലും ഇവർക്ക് വസ്തു വിൽക്കരുത്. അത് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കണം. നമ്മൾ ഇനിയും പുറകോട്ട് പോകാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ. ഇല്ലെങ്കിൽ നമുക്കിവിടെ വസ്തു ഇല്ലാതാകും, കയറിക്കിടക്കാൻ അവകാശമില്ലാതാകും. ഈ 2-2.5 മാസക്കാലമായി മുനമ്പം നിവാസികൾ തീരദേശത്ത് അന്നന്നത്തെ അത്താഴത്തിന് വേണ്ടി പണി ചെയ്ത് മീൻ പിടിച്ച് ജീവിക്കുന്ന തീരദേശ തൊഴിലാളികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഇന്നും സമരത്തിലാണ്. കയറിക്കിടക്കാനുള്ള വസ്തുവിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി. ആ വി ഡി സതീശൻ നിയമസഭയിൽ പ്രതിരോധം സൃഷ്ടിച്ചു. എന്താണ്? ഇവിടുത്തെ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കാൻ പറ്റില്ല. ഇവിടുത്തെ എന്ത് കേട്ടാലും ഉടനെ വാളെടുക്കുകയാണ്. പാർലമെന്റിലേക്കാണ് കുതിര കയറുന്നത്. കാരണം സർക്കാർ ഭരിക്കുന്നത് മോദി സർക്കാരാണ്. മോദി സർക്കാരിന് നെഞ്ചത്ത് കുതിര കയറാൻ പറ്റുന്ന ഇവിടുത്തെ 140 MLA-മാർ എന്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിന്റെ, ക്രിസ്ത്യാനികളുടെ സ്വത്ത് കൈമോശം വരുന്നു, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഇസ്ലാമിസ്റ്റുകൾ കൈവാങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല? അവർക്ക് വേണ്ടി ഒരു നേരത്തെ ഹിന്ദു എന്ന് പറയാൻ ലജ്ജ തോന്നുന്ന ജന്തുക്കളായിട്ടുള്ള MLA-മാർ ഇവിടുത്തെ നിയമസഭയിലുണ്ടല്ലോ. നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടവരല്ലേ? എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി ഒരു വാക്ക് പറയുവാൻ? ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഇവിടുത്തെ അടുത്ത ഹിന്ദു തലമുറകളായിട്ടുള്ള ആൺകുട്ടികൾ മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ ഇരകളായി മാറുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് കടത്തുകാരാക്കി അതിന്റെ വാഹിനികളാക്കി മാറ്റുമ്പോൾ, ഇതിനെതിരെ ശബ്ദിക്കുവാൻ മദ്യവും മയക്കുമരുന്നും ഈ മനുഷ്യനെ മയക്കുന്ന വിഷമാണ് എന്ന് പറയുവാൻ ഇതിന് തയ്യാറാകുന്നില്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടല്ലോ, നിയമസഭാ സാമാജികരായി നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ. എന്തുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കുവാൻ ഒരു വാക്ക് ആ പിണറായിയുടെ മുന്നിൽ, ഇവിടുത്തെ സ്പീക്കറുടെ മുന്നിൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല? നമ്മൾ ചിന്തിക്കണം. ഇത് എന്തിനാണ് ജനങ്ങളുടെ പ്രതിനിധിയായി? ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവർ ജനപ്രതിനിധിയാകണം, ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കണം. വോട്ട് വാങ്ങിക്കാൻ വരുമ്പോൾ മോഹങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അത് സാധിച്ചു തരാം, ഞാൻ ഇത് സാധിച്ചു തരാം, മിന്നുന്നതെല്ലാം ഞാൻ പൊന്നാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങിച്ചു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചതിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട. ഞങ്ങൾ വോട്ട് വാങ്ങിക്കാനായി, വോട്ട് ചോദിക്കാനായി നിങ്ങളുടെ മുന്നിൽ വരുന്നില്ല. പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു വാക്ക് നിയമസഭയിൽ ഉച്ചരിക്കാൻ തന്റെ ഇടമുള്ളവരെ വേണം തെരഞ്ഞെടുത്ത് വിടുവാൻ. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവിടെ നിന്നുകൊണ്ട് കൂത്തരങ്ങാക്കി നിയമസഭയെ മാറ്റുമ്പോൾ, കസേരകളി നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് അവർക്ക് മാത്രമല്ല ലാഭമുണ്ടാക്കുന്ന പണികളാണ്.
ഈ കേരളത്തിന്റെ മണ്ണിൽ വയനാട്ടിലും അട്ടപ്പാടിയിലും ഒക്കെ നിങ്ങൾ ചെന്ന് നോക്കൂ. എത്ര ഏക്കർ വസ്തുക്കളാണ് ഇവിടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടിയുടെയും കൈകളിൽ സ്വന്തമായിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ അറിയാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ 14 ജില്ലകളിലും നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ ഈ ഭൂ ഉടമകൾ ആരാണെന്ന് നിങ്ങളൊന്ന് രേഖകൾ എടുത്താൽ, ഇവിടുത്തെ വിവരാവകാശം വെച്ച് ഓരോ വില്ലേജ് ഓഫീസിലും പോയി വിവരാവകാശം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വത്തിന്റെ അവകാശികൾ ആരാണ് എന്നുള്ള പരമ യാഥാർത്ഥ്യം. കാസർഗോഡിനെയും കണ്ണൂരിനെയും മുഴുവൻ ഭീകരവാദത്തിന്റെ കേന്ദ്രമാക്കി അവിടെയുള്ള പെൺകുട്ടികളെ മുഴുവൻ ലവ് ജിഹാദിന് ഇരയാക്കുകയാണ്. അവിടുത്തെ ആൺകുട്ടികളെ മുഴുവൻ മദ്യമയക്കുമരുന്ന് കടത്താനുള്ള യന്ത്രങ്ങളാക്കി മാറ്റുകയാണ്. രാജ്യങ്ങളിലെ മുഴുവൻ ഭീകരവാദ പ്രവർത്തനം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലും ഒക്കെ ആ പാലസ്തീന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ, നിങ്ങൾ ചിന്തിക്കൂ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന്. ഈ കേരളത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ഈ കേരളത്തിന്റെ പരമദയനീയമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് കൂട്ടായിരുന്നു കൊണ്ട് ആ നിയമസഭയിൽ അവിടെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു വാക്ക് കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ മണ്ണ് സംരക്ഷിക്കുവാൻ, കേരളത്തിന്റെ പെണ്ണിനെ സംരക്ഷിക്കുവാൻ, കേരളത്തിന്റെ തലമുറയെ സംരക്ഷിക്കാൻ പറയാനുള്ള തന്റെ ഇടം ഈ കേരളത്തിലെ സാമാജിക നേതാക്കന്മാർക്കുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. മണ്ണും പെണ്ണും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈ കേരളത്തിലുള്ളത്. മണ്ണും പെണ്ണും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല, പെണ്ണിനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ പോലും അവകാശമില്ലാതാകുകയാണ്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ ആ അഹമ്മദിന്റെ ആണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാലഘട്ടമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, കേരളത്തിൽ ഈ ഹിന്ദു ഐക്യവേദി വഖഫ് ഭീകരതയ്ക്കെതിരെ ഈ വഖഫ് കരിനിയമം റദ്ദാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തും കോട്ടയത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ തന്നെ സെമിനാറുകൾ സംഘടിപ്പിച്ചു. എന്തിനാണ് ഈ സെമിനാർ എന്ന് ഓർക്കും? ഈ വഖഫ് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് അറിയണ്ടേ? ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അവസരങ്ങൾ വേണ്ടേ? 10 പേരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇപ്പം നമ്മുടെ കൂടെ ഇത് മനസ്സിലാക്കാനും നമ്മുടെ വേദികളിൽ വന്ന് സംസാരിക്കാനും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം തയ്യാറായിരിക്കുന്നു. ഞങ്ങളതിനെ സന്തോഷപൂർവ്വം അംഗീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവർ മനസ്സിലാക്കി അവരുടെ പെണ്ണിനെയും നഷ്ടപ്പെടുന്നു, അവരുടെ മണ്ണിനെയും നഷ്ടപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ ഒരു അച്ഛൻ വരാൻ തയ്യാറാകുന്നത്, ഒരു വികാരി വരാൻ തയ്യാറാകുന്നത്. ഇന്നും പനച്ചിക്കാട്ട് ഞങ്ങളുടെ ഈ യാത്ര സമാപിക്കുന്ന സമയത്ത് പൊതുസമ്മേളനത്തിൽ ഫാദർ റിച്ചു ഫിലിപ്പോസ് എന്ന് പറയുന്ന വികാരി അച്ഛനാണ് അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അവർ വിളിക്കുന്നിടത്ത് ഹിന്ദു ഐക്യവേദിക്കാർ പോകുന്നു. എന്തുകൊണ്ടാണ്? ഇന്നത്തെ കാലഘട്ടം ഞങ്ങളെ ഇതിനു വേണ്ടി ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷയും ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷയും ഈ രാജ്യത്തിന്റെ അപകട ഭീഷണിയുമാണ് ഒരുമിപ്പിക്കാനുള്ള കാരണം. ഈ 66 വർഷം ഇവിടുത്തെ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഭരിച്ചിട്ട് ഈ ഭാരതത്തെ കുട്ടിച്ചോറാക്കാൻ അവർ ശ്രമിച്ചു. ഈ ഭാരതത്തെ വെട്ടിമറിക്കാൻ അവർ കൂട്ടുനിന്നു. ഇവിടുത്തെ എവിടെയോ കിടന്ന ഗണ്ഡിയെ പിടിച്ച് ഗാന്ധിയാക്കി നെഹ്റുവിന്റെ കുടുംബത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ പറയുന്നു ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഗാന്ധിമാർ ആരൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. എവിടെയോ കിടന്ന ഗണ്ഡിയെ പിടിച്ച് ഗാന്ധിയാക്കി, അങ്ങനെ ഗാന്ധി തലമുറയാക്കി ആ ഗാന്ധിയൻ കുടുംബത്തിന്റെ വരെ ആ അന്തസ്സും അഭിമാനവും വരെ നഷ്ടപ്പെടുന്ന ഒരു കുടുംബ പശ്ചാത്തലം ഇവരുണ്ടാക്കിയെടുക്കുകയാണ്. ആ ഗാന്ധിയൻ കുടുംബത്തെ പോലും ഇല്ലായ്മ ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ഈ ഭാരതത്തെ വെട്ടിമുറിക്കുവാനും ഈ ഭാരതത്തെ ഒറ്റുകൊടുക്കുവാനും തീവ്രവാദികളുടെ താവളമാക്കി മാറ്റുവാനും ഈ കോൺഗ്രസ് ഗവൺമെന്റ് 66 വർഷം ഈ ഭാരതം ഭരിച്ചിട്ട് എന്താണ് ഈ ഭാരതത്തിന് വേണ്ടി സുരക്ഷയൊരുക്കിയത്? ഈ ഭാരതത്തിന് എന്താണ് നേടിക്കൊടുത്തത്? ഈ ഭാരതത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇപ്പോൾ 11 വർഷമായി ഇവിടുത്തെ ഒരു നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ഭാരതം ഭരിച്ചു തുടങ്ങിയപ്പോൾ അവിടെ പേടി, ഇവിടെ പേടി, അപ്പുറം പേടി, സ്വന്തം വീട്ടിൽ പേടി, ജീവിക്കാൻ പേടി, നടക്കാൻ പേടി, എവിടെയും പേടി സ്വപ്നങ്ങൾ. എന്താണ്? നാളെ കള്ളനോട്ട് നിരോധിക്കുമെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ കള്ളനോട്ടിനെതിരെ കള്ളനോട്ട് നിരോധനം നടത്തി. ഇവിടെ നോട്ട് നിരോധനം നടത്തി എന്തായിരുന്നു പുകില്? ഇവിടെ UAPA നടപ്പിലാക്കി എന്തായിരുന്നു പുകില്? ഇതെല്ലാം നടന്നില്ലേ?
ഇതെല്ലാം നടന്നില്ലേ? ഇനി ഒരൊറ്റ രാഷ്ട്രം ഒരൊറ്റ വോട്ട് എന്നുള്ള ചിന്തയിലേക്ക് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ചിന്തിക്കുന്നുവെങ്കിൽ ഭാരതത്തിന്റെ മക്കൾ ഒന്നാണ്. ഭാരതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മതി, ഭാരതത്തിന്റെ മക്കൾക്ക് ഒരു നേരം ആ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമയത്ത് ഒരു പൗരന് ഒരു സമയത്ത് വോട്ട് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ ഭാരതത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടുപോകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളോട്, എന്നെ ശ്രമിക്കുന്ന ഈ ഹിന്ദുവൈക്യവേദിയുടെ യാത്ര ശ്രമിക്കുന്ന ഈ പാമ്പാടി നിവാസികളോട് പറയുന്നു, നിങ്ങൾ ജാഗരൂകരാകണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നാളെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ തലമുറകൾ ഈ കേരളത്തിൽ ജീവിക്കാൻ വേണ്ടി കെഞ്ചുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കുവാൻ, ഈ കേരളത്തിൽ ഈ മണ്ണിന് വേണ്ടി പോരാടാതിരിക്കുവാൻ നമ്മൾ കൊടുത്ത, നമ്മുടെ മുത്തച്ഛന്മാർ കൊടുത്ത സ്വത്തിന്റെ അവകാശികൾ അവർ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വത്ത് നമ്മുടെ മക്കൾക്ക് കൈമാറുമ്പോൾ കൈവശ അവകാശം വെക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ചിന്തിച്ചു നോക്കണം. അതില്ലാതെ വന്നാലുണ്ടാകുന്ന അപകടം എത്രമാത്രമാണ്. നമ്മളൊരു ലോൺ എടുക്കാൻ ഒരു ബാങ്കിൽ ചെല്ലുന്നു. ലോൺ എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ രേഖകൾ വേണം നമുക്കറിയാം. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വേണം, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ 35 വർഷത്തെ 40 വർഷത്തെ ആ സ്വത്തിന്റെ അവകാശം പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ആ കരം കെട്ടിയ രസീത് വേണം. ഇത് മൂന്നും ഇല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഒരു ബാങ്കിൽ നിന്ന് ലോൺ തരുന്നത്? ഈ ലോൺ തരുന്നവർ ചിന്തിക്കുന്നു ഇവർക്ക് കൊടുക്കാം, കാരണം 35 വർഷമായിട്ട് അല്ലെ 40 വർഷമായിട്ട് ഇവരുടെ കൈകളിൽ ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഒരു ലോൺ എടുക്കാൻ നമ്മുടെ അടുക്കൽ ഒരാൾ വന്നപ്പോൾ 50 വർഷത്തെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വേണം, ഇതിന് ബാധ്യതയൊന്നും ഇല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ പറയുകയുണ്ടായി. ആശ്ചര്യമൊന്നും അല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഈ 50 വർഷത്തെ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. 50 വർഷത്തെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ചോദിച്ചത് അത് എൻ്റെ പേരിൽ കിടക്കുന്ന വസ്തു അല്ലെ എൻ്റെ അച്ഛൻ തന്ന വസ്തു എൻ്റെ അച്ഛൻ്റെ ഗോപിനാഥ പണിക്കരുടെ ആണോ അല്ലെങ്കിൽ അത് അഹമ്മദിന്റെ ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം. അപ്പം നമ്മുടെ വസ്തു ലോൺ എടുത്ത് നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആ അഹമ്മദ് എന്ത് ചെയ്യും? അവൻ 50 ലക്ഷത്തിന്റെ ലോണും കൂടെ കയറ്റി വെച്ചാൽ നമ്മളറിയില്ല. നമ്മളെ കളിപ്പിക്കാൻ എളുപ്പമാണ്, നമ്മൾ ചതിയിൽപ്പെടാൻ എളുപ്പമാണ്, വഞ്ചനയിൽപ്പെടാൻ എളുപ്പമാണ്. ഇത്തരം സാഹചര്യങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണപക്ഷ പ്രമുഖന്മാർ, ഭരണമന്ത്രിമാർ, അല്ലെങ്കിൽ MLA-മാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇത് മുതലെടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അറിയണം. ഇന്ന് 2.5 മാസക്കാലമായി നടക്കുന്ന മുനമ്പ സമരത്തിൽ അവിടെ ഒരു ജനപ്രതിനിധി പോലും എത്തി നോക്കിയിട്ടില്ല. അവിടുത്തെ സ്ഥലത്തെ MLA അവിടെ എത്തി നോക്കിയിട്ടില്ല, അവിടുത്തെ MP അവിടെ എത്തി നോക്കിയിട്ടില്ല. കാരണം എന്താ? ഇവന്മാരെല്ലാം കൂടെ ഇത് പാസ്സാക്കിയേ. എന്താ? വഖഫിന്റെ ഭേദഗതി വേണ്ട എന്ന് നിയമസഭയെ ബഹളം വെച്ച് പാസ്സാക്കിയത്. പിന്നെ അവന്മാർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ഒരെണ്ണം പാവപ്പെട്ട മുസ്ലിങ്ങൾ അന്നത്തേക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾ, അമ്മമാർ, സഹോദരിമാർ അവിടെ ഇരുന്ന് നിരാഹാര സമരം നടത്തുമ്പോൾ ഒരു നേരം ചെന്ന് അവരെ എത്തി നോക്കിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾക്ക് കിടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ, നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് പോലും ചോദിക്കാനുള്ള ആ ഒരു ബോധം, ഒരു സ്വത്വബോധമുണ്ടല്ലോ, ഒരു മനുഷ്യത്വ ബോധമുണ്ടല്ലോ, അതുപോലുമില്ലാത്ത ഇവിടുത്തെ കാപാലികന്മാരായിട്ടുള്ള സാമാജികന്മാരെ, ഇവിടെ ജനപ്രതിനിധികളെ ഞങ്ങൾ അവഹേളിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, ഞങ്ങൾ അവരോട് അപലപിക്കുകയാണ്. എന്തുകൊണ്ട് ഈ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുന്നില്ല? എന്തുകൊണ്ട് ആ പാവപ്പെട്ട മുനമ്പം നിവാസികളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നില്ല? അവിടെ പ്രസവിക്കാൻ തയ്യാറായിരിക്കുന്ന അമ്മമാരുണ്ട് ആ വേദിയിൽ, മുനമ്പം സമരവേദി. അസുഖബാധിതരായി ക്യാൻസർ രോഗികളായിട്ടുള്ള ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന അസുഖബാധിതർ ആ മുനമ്പം സമരവേദിയിലുണ്ട്. ആ സമരവേദിയിൽ ഇരിക്കുന്ന പാവപ്പെട്ട 160 കുടുംബത്തിലെ ഹിന്ദുക്കൾ ഒഴികെ 610 ബാക്കി മുഴുവനും ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളും, സാധാരണ പാവപ്പെട്ട മുസ്ലിങ്ങളും, സാധാരണ ക്രിസ്ത്യൻ വിഭാഗത്തിലും രോദനം കേൾക്കാൻ ഇവിടുത്തെ
MLA-മാരുടെ മനസ്സ് തുറക്കുന്നില്ലേ? ഹിന്ദുക്കളോട് അവജ്ഞയാണ്. പോട്ടെ, 160 ഹിന്ദുക്കളെ ഉള്ളൂ, ബാക്കി മുഴുവൻ ഉണ്ടല്ലോ. ഈ ഹിന്ദുക്കളോട് അവജ്ഞ കാണിക്കുന്നവർ വേണ്ട. ഈ ക്രിസ്ത്യാനികളിൽപ്പെട്ട പാവപ്പെട്ട സഹോദരിമാരുടെ അച്ഛന്മാരുടെ എത്ര പ്രായം, 90 വയസ്സ് 91 വയസ്സുള്ള പാവപ്പെട്ട ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു അച്ഛനും അവിടെ ഇരിപ്പുണ്ട്. അവിടുത്തെ പള്ളിയിലെ അച്ഛന്മാര് അവിടെ ഇരിപ്പുണ്ട്, പള്ളിയിലെ സഹോദരിമാർ അവിടെ ഇരിപ്പുണ്ട്, ഈ സമരവേദികളിൽ പന്തലുകളിൽ ഇരിപ്പുണ്ട്. സമരവുമായിട്ട് തട്ടമിട്ട അമ്മമാർ ഒക്കെ തന്നെ അവിടെ ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന് സമീപത്ത് ചെന്നിട്ട് ഒരു വാക്ക് ചോദിക്കാൻ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും മനസാക്ഷിയില്ലാത്ത നിയമസഭാ സാമാജികരെ അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ കരുതിയിരിക്കണം. ഇവരെ ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ കാണിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത്. അതാണ് എനിക്ക് പറയുവാനുള്ളത്. അവസരം കൊടുത്തതിന്റെ ഫലമൊക്കെ നമ്മൾ അനുഭവിച്ചു. നമുക്ക് വേണ്ടി ഒരു നേരം പറയാൻ, നമുക്ക് വേണ്ടി സുരക്ഷ ഏർപ്പെടുത്താൻ, നമുക്ക് വേണ്ടി അന്നദാനം തരാൻ, നമുക്ക് വേണ്ടി കിടപ്പാടം നമ്മുടേതാണെന്ന് ഉറപ്പിച്ചു തരാൻ പോലും മനസാക്ഷിയില്ലാത്ത കാപാലികന്മാർക്ക് ഇനി ഒരു അവസരം കൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ നാളെ ചതിക്കപ്പെടാം, ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകാം. അതുകൊണ്ട് വഞ്ചനയുടെ കൈകളിൽ, വഞ്ചനയുടെ ആൾക്കാരുമായി ബന്ധമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾ നാളെ അധോഗതിയിലേക്ക് പോകും. നമ്മൾ ഒരിക്കലും ഇനിയും ചതിക്കപ്പെടരുത് എന്ന് മാത്രമാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് ഹിന്ദു ഐക്യവേദിക്ക് ഈ സമൂഹത്തോട് പറയുവാനുള്ളത്. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ മാത്രം സംഘടനയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനം ഹിന്ദു ഐക്യവേദിയിലൂടെ ചെയ്യാൻ ഇന്ന് ഞങ്ങൾ സന്നദ്ധരാണ്. കാരണം ഭാരതത്തിന്റെ മക്കളെല്ലാവരും ഹിന്ദുക്കളാണ്, ഭാരതത്തിൽ ജനിച്ചവരെല്ലാവരും ഹിന്ദുക്കളാണ്. നിങ്ങൾ അന്വേഷിച്ചാലും അറിയാം, നിങ്ങളുടെ അപ്പൂപ്പന്മാരെ കുറിച്ച് അന്വേഷിച്ചാൽ. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ മക്കൾ ഒരിക്കലും വേദനിക്കരുത്. ഭാരതത്തിന്റെ മക്കൾ എപ്പോഴും സുരക്ഷിതരാകണം. ഭാരതത്തിന്റെ തലമുറകൾ ഒരിക്കലും ചതിക്കുഴിയിലേക്ക് അകപ്പെട്ടു പോകരുത് എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ, എന്ന് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ആവുകയും എന്നെ ശ്രമിച്ച ഈ നല്ലവരായ സജ്ജനങ്ങൾക്കും എല്ലാവർക്കും ഹിന്ദു ഐക്യവേദിയുടെ പേരുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.